അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയുന്ന ഒരു ദേവിയാണ് വരാഹി ദേവി. ഒരു ഭക്തന്റെയോ ഭക്തയുടെയോ ലൈഫിൽ തന്നെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനുള്ള എല്ലാവിധ കഴിവുകളും വരാഹി ദേവിക്കുണ്ട്. കഠിനമായ വ്രതങ്ങളോ പൂജകളോ നിഷ്ഠകളോ കൂടാതെ തന്നെ വേഗം അനുഗ്രഹം ചൊരിയുന്ന ഭഗവതിയാണ് വരാഹി ദേവി. ആ അത്ഭുതകരമായ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ വരാഹി അമ്മയെ മനസ്സറിഞ്ഞ് വിശ്വസിക്കണമെന്നതാണ്. മനസ്സറിഞ്ഞ് ഭക്തിയോടെ വിശ്വാസത്തോടെ വിളിച്ചാൽ വരാഹി അമ്മയുടെ ആ ഒരു അത്ഭുതം നിങ്ങൾക്കും കാണാൻ കഴിയും. നാമജപങ്ങൾക്ക് പ്രത്യേകമായ വൈബ്രേഷൻസ് ഉണ്ട്. അത് നെഗറ്റീവ് എനർജിയെ പുറന്തള്ളി പോസിറ്റീവ് എനർജിയെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കും. വരാഹി ദേവിയുടെ അതിശക്തമായ മന്ത്രത്തെക്കുറിച്ച് ഇന്നും നമുക്ക് മനസ്സിലാക്കാം. ഈ നാമജപം രാത്രിയിൽ 8 മണിക്ക് ശേഷം 11, 21, 108 തവണയോ ജപിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ അത്ഭുതങ്ങൾ കൊണ്ടുവരും. തുടർച്ചയായി 41 ദിവസം നിങ്ങൾ ഇത് ചെയ്താൽ നിങ്ങളുടെ എല്ലാ കഷ്ടങ്ങൾക്കുള്ള പരിഹാരവും ദേവി ഉണ്ടാക്കി തരുന്നതായിരിക്കും. ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് കണ്ടറിയാൻ സാധിക്കുന്നതായിരിക്കും. മഹാലക്ഷ്മിയുടെ താന്ത്രിക രൂപമായ ഈ ഭഗവതി സർവ്വ ദാരിദ്ര്യവും ഇല്ലാതാക്കുന്നവളാണ് എന്നാണ് വിശ്വാസം. ജഗദീശ്വരിയും ആദിപരാശക്തിയുമായ മഹാത്രിപുര സുന്ദരിയുടെ ശക്തിസേനയുടെ സൈന്യാധിപയായ യോദ്ധാവായിട്ടും വരാഹരൂപം പൂണ്ട മഹാകാളിയായിട്ടും അഷ്ടലക്ഷ്മിമാരുടെ ഐക്യരൂപമായിട്ടും കാലത്തിൻ്റെ അധിപതിയായ സമയേശ്വരിയായിട്ടും ഭൂമിയുടെ അധിപതിയായിട്ടും ക്ഷിപ്രപ്രസാദിനിയായിട്ടും ദുരിതങ്ങളെ സ്തംഭിക്കുന്നവളായിട്ടും ഇഷ്ടവരദായിനിയായിട്ടും ഭഗവതിയെ ആരാധിക്കപ്പെടുന്നു. വരാഹി ദേവി അമ്മ ഭക്തർക്ക് വാത്സല്യവതിയായ അമ്മയാണ്. അമ്മയ്ക്ക് ഭക്തരായ നാം എല്ലാവരും പ്രിയപ്പെട്ട മക്കളാണ്. നാം നമ്മുടെ പെറ്റമ്മയെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പോലെ വരാഹി അമ്മയെ സ്നേഹിച്ചാൽ നമ്മുടെ ജീവിതം തന്നെ അമ്മ ഐശ്വര്യം കൊണ്ട് മാറ്റിമറിക്കും. അത്രയ്ക്കും സ്നേഹമയിയാണ് വരാഹി ദേവി. വരാഹി ദേവിയെ പ്രാർത്ഥിക്കാൻ ഫോട്ടോയോ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഒന്നും തന്നെയോ വേണ്ട. വരാഹി ദേവിക്ക് ഒരു വിളക്കും നമ്മുടെ ഭക്തിയോടുള്ള വിശ്വാസവും മാത്രം മതി. അമ്മയ്ക്കായി ഒരു വിളക്ക് നാം സ്ഥിരമായി തെളിയിക്കുന്നതോടെ നമ്മുടെ ജീവിതത്തിൽ അമ്മ സർവ്വ ഐശ്വര്യവും കൊണ്ടുതരുന്നതായിരിക്കും. ഇനി വിളക്ക് തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിലും അമ്മയെ ആരാധിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം വിളക്ക് തെളിയിക്കാതെയും അമ്മയെ ആരാധിക്കാം. ദിവസവും അമ്മയ്ക്ക് മാതളം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇനി ദിവസവും സമർപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ചൊവ്വ, വെള്ളി, ശനി, പിന്നെ പൗർണമി എന്നീ പ്രധാന ദിവസങ്ങളിൽ ദേവിയുടെ ഇഷ്ടഫലമായ മാതളം സമർപ്പിക്കാം. ഇനി പറയാൻ പോകുന്നത് അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കാൻ കഴിവുള്ള മന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് ആർക്കും ചൊല്ലാം. ആർത്തവ സമയത്ത് പോലും മനസ്സിൽ സങ്കടവും പേടിയും ഒക്കെ നിറയുമ്പോഴും ഈ നാമം ജപിക്കാവുന്നതാണ്. ഏത് ആപത്ഘട്ടങ്ങളിലും നിങ്ങളുടെ രക്ഷയ്ക്കായി ദേവി ഉണ്ടാകുന്നതാണ്. വിശ്വാസത്തോടെ ചെയ്യണം എന്നു മാത്രം. വിളക്കോ പൂക്കളോ ഒന്നും ഇല്ലെങ്കിലും നിങ്ങളുടെ മനസ്സിൽ അത് സങ്കല്പിച്ച് ദേവിയെ വിളിക്കാവുന്നതാണ്. രാത്രിയുടെ ദേവതയാണ് ദേവി. രാത്രിയാണ് ദേവിയെ പ്രാർത്ഥിക്കാൻ ഏറ്റവും ഉത്തമം. രാത്രി 8 മണി തൊട്ട് 10 മണി വരെയാണ് ഏറ്റവും ഉത്തമമായ സമയം. ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ ദുഷ്ചിന്തകൾ പാടില്ല. ഈ സമയത്ത് വാശിയോ ദേഷ്യമോ ഒന്നും പാടില്ല. പിന്നെ വേണ്ടത് ഏകാഗ്രതയാണ്. ബഹളത്തിലിരുന്ന് ഇത് ചൊല്ലാൻ പാടില്ല. ദേവിയെ മനസ്സിൽ വിചാരിച്ച് 3, 11, 21 ഒറ്റ സംഖ്യയിൽ ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. വിശ്വാസത്തോടെ ചെയ്യണം എന്നതാണ് പ്രധാനം. ഇനി ഏതാണ് ആ നാമമെന്ന് നോക്കാം. ഓം ഹ്രീം യോഗിനി യോഗഭയങ്കരി വരാഹി നമഃ. ഈ നാമം ചൊല്ലുന്നതോടെ നിങ്ങളുടെ ഏതൊരു തടസ്സവും നീങ്ങി വിജയം ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് സമാധാനവും ഐശ്വര്യവും ഉണ്ടാക്കി തരുന്നതുമാണ്. എല്ലാവർക്കും വരാഹി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ആ സ്നേഹം അനുഭവിച്ചറിയാൻ കഴിയട്ടെ. ഭദ്രേ നാരായണ.